Good morning to all. പ്രോബിലിറ്റിയുടെ രണ്ട് പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രോബിലിറ്റി ദാറ്റ് എ ഡോക്ടർ വിൽ ഡയഗ്നോസ് എ പർട്ടിക്കുലർ ഡിസീസ് കറക്റ്റ്ലി ഈസ് 0.6. എന്നുവെച്ചാൽ ഒരു ഡോക്ടർ ഒരു പർട്ടിക്കുലർ ഡിസീസ് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തത് അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.6 ആണ്. എന്നുവെച്ചാൽ ഏതോ ഒരു രോഗം ആ രോഗനിർണയം കറക്റ്റായിട്ട് നടത്തിയതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.6 ആണ്. The probability that a patient will die by his treatment after correct diagnosis is 0.4. ദെൻ ഈ കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്തിട്ട് ഒരു രോഗിയുടെ രോഗനിർണയം കറക്റ്റായിട്ട് നടത്തിയിട്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു രോഗി മരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.4 ആണ്. ദെൻ ദ പ്രോബിലിറ്റി ഓഫ് ഡെത്ത് ബൈ റോങ് ഡയഗ്നോസിസ് ഈസ് 0.7. എന്ന് വെച്ചാൽ തെറ്റായ ഡയഗ്നോസിസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് രോഗികൾ മരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.7 ആണ്. ദെൻ എ പേഷ്യൻറ്റ് ഹൂ ഹാഡ് ഡിസീസ്ഡ് ആൻഡ് ഡൈഡ്. ഒരു വ്യക്തി ഡിസീസ് വന്ന് മരിച്ചു. ഇവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹിസ് ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്. ഇവിടെ പറയുന്നത് ഇദ്ദേഹം മരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ മരിച്ചത് കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. എന്നുവെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ രോഗം ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ഡോക്ടർ ഡയഗ്നോസ് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.6 ആണ്. ദെൻ ഇങ്ങനെ കണ്ടുപിടിച്ചതിൻ്റെ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടും രോഗികൾ മരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 0.4 ആണ്. ദെൻ ഡയഗ്നോസ് ചെയ്യാതെ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നില്ല, അതിൻ്റെ ഫലമായിട്ട് രോഗികൾ മരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.7 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നു ഒരു പേഷ്യൻറ്റിന് ഡിസീസ് വന്നു മരണപ്പെട്ടു. അങ്ങനെയെങ്കിൽ അദ്ദേഹം മരണപ്പെടാനുള്ളപ്പെട്ടത് കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യാത്തത് കൊണ്ടാണ് ആണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗി ഡിസീസ് വന്ന് മരിക്കാനുള്ള പ്രോബിലിറ്റി, ആ സാധ്യതയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമുക്കിത് ബേസ് തിയറം വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ബേസ് തിയറത്തിലുള്ള PA അല്ലേ, പ്രോബിലിറ്റി ഓഫ് A കണ്ടുപിടിക്കണം. അപ്പം പ്രോബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ പറഞ്ഞ പേഷ്യൻ്റ് ഹൂ ഹാഡ് ഡിസീസ്ഡ് ആൻഡ് ഡൈഡ് അല്ലേ, അതാണ്. അപ്പം പ്രോബിലിറ്റി ഓഫ് A ഈസ് ഈക്വൽ ടു പേഷ്യൻസ് ഹൂ ഹാഡ് ഡിസീസ്ഡ് ആൻഡ് ഡൈഡ്. അതിന് പ്രോബിലിറ്റി ഓഫ് B1 കണ്ടുപിടിക്കണം. പ്രോബിലിറ്റി ഓഫ് B1 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ രണ്ട് കാര്യമാണ് പറയുന്നത് വെച്ചാൽ ഇവിടെ കറക്റ്റ് ഡയഗ്നോസ് ചെയ്യുന്ന കാര്യമുണ്ട്, കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാത്ത കാര്യമുണ്ട് അല്ലേ. അപ്പം പ്രോബിലിറ്റി ഓഫ് B1 എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് കറക്റ്റ് ഡയഗ്നോസിസ്. കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്ത് എത്രയാണ്? 0.6 ആണ് അല്ലേ. 0.6 പ്രോബിലിറ്റി ഓഫ് കറക്റ്റ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ 0.6 ആണ്. പ്രോബിലിറ്റി ഓഫ് B2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് റോങ് ഡയഗ്നോസിസ് ആണ്. അപ്പോൾ റോങ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? കറക്റ്റ് ഡയഗ്നോസിസ് 0.6 ആണെങ്കിൽ 1 മൈനസ് 0.6 ആയിരിക്കും റോങ് ഡയഗ്നോസിസ് അല്ലേ. കറക്റ്റ് ഡയഗ്നോസിസ് 0.6 ആണ്. അങ്ങനെയെങ്കിൽ റോങ് ഡയഗ്നോസിസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കുന്നത് 1 മൈനസ് 0.6 ആണ്, ദാറ്റ് ഈസ് 0.4. അതിനടുത്തത് പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B1. പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B1 എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻ്റ് ഹൂ ഹാഡ് ഡൈഡ് ആൻഡ് ഡിസീസ്ഡ് അല്ലേ, ഡിസീസ്ഡ് ആൻഡ് ഡൈഡ്. പേഷ്യൻ്റ് ഹൂ ഹാഡ് ഡിസീസ്ഡ് ആൻഡ് ഡൈഡ് ആണ് A എന്ന് പറയുന്നത്. B1 എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ കറക്റ്റ് ഡയഗ്നോസിസ് നടത്തിയിട്ടും പേഷ്യൻസ് മരിക്കാനുള്ള പ്രോബിലിറ്റി. കറക്റ്റ് ഡയഗ്നോസിസ് B1 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡയഗ്നോസിസ് നടത്തുകയാണ്, കറക്റ്റ് ഡയഗ്നോസിസ് നടത്തിയിട്ടും പേഷ്യൻസ് മരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B1 എന്ന് പറയുന്നത്. അതിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് എന്താ? ക്വസ്റ്റ്യനിൽ നോക്കിയേ. The probability that a patient will die by his treatment after correct diagnosis is 0.4 അല്ലേ. കറക്റ്റ് ഡയഗ്നോസിസ് നടത്തിയിട്ടും ഈ പേഷ്യൻസ് മരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടെ പറയുന്നുണ്ട് 0.4. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 0.4. അതാണ് പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B1 എന്ന് പറയുന്നത്. A ഗിവൺ B1 എന്ന് പറയുന്നത് എത്രയാ? 0.4. അടുത്ത പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B2 എന്ന് പറഞ്ഞാൽ എന്താ? A എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഹൂ ഹാഡ് ഡിസീസ്ഡ് ആൻഡ് ഡൈഡ് അല്ലേ. B2 എന്ന് പറഞ്ഞാൽ എന്താ? റോങ് ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ റോങ് ഡയഗ്നോസിസ് നടത്തേണ്ട ഫലമായിട്ട് പേഷ്യൻസ് മരിക്കുന്നത്. അത് എത്രയായിരിക്കും? ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ പ്രോബിലിറ്റി
പ്രോബിലിറ്റി ഓഫ് ഡെത്ത് ബൈ എ റോങ് ഡയഗ്നോസിസ് ഈസ് 0.7. തെറ്റായ രോഗനിർണ്ണയം നടത്തിയതിൻ്റെ ഫലമായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ ഫലമായിട്ട് രോഗികൾ മരിക്കുന്നതാണ് 0.7 അല്ലേ. അപ്പോൾ അത്ര 0.7. പ്രോബിലിറ്റി ഓഫ് പേഷ്യൻ്റ് ഡയറ്റ് ബൈ എ റോങ് ഡയഗ്നോസിസ് ഈസ് 0.7. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക അതൊക്കെ പ്രോബിലിറ്റി ഓഫ് എ, പ്രോബിലിറ്റി ഓഫ് B1, പ്രോബിലിറ്റി ഓഫ് B2, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്താ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹിസ് ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്. കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഡിസീസ് ചെയ്തതാണല്ലേ. അപ്പം കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാത്ത എന്താണ്? പ്രോബിലിറ്റി ഓഫ് B2 ആണല്ലേ. കാരണം പ്രോബിലിറ്റി ഓഫ് റോങ് ഡയഗ്നോസിസ് അത് B2 ആണ്, പ്രോബിലിറ്റി ഓഫ് B2 ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കേസാണ്. അന്നേരം എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് B2 ഗിവൺ എ എന്ന് പറഞ്ഞ് വേണം എഴുതാൻ. പ്രോബിലിറ്റി ഓഫ് B2 ഗിവൺ എ. B2 എന്ന് പറയാനുള്ള കാരണം എന്താ? ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് ദ പ്രോബിലിറ്റി ദാറ്റ് ഹിസ് ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്. കറക്റ്റ്ലി ഡയഗ്നോസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ B2 എന്ന് പറഞ്ഞ് എടുത്തത് അല്ലേ. ഇനി കറക്റ്റ് ഡയഗ്നോസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ നമ്മൾ B1 എന്ന് പറഞ്ഞ് എഴുതുകൊണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ B2 എന്ന് പറയുന്നത് എന്താ? പ്രോബിലിറ്റി ഓഫ് റോങ് ഡയഗ്നോസിസ് ആണ്. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം: പ്രോബിലിറ്റി ഓഫ് B2 ഗിവൺ എ, പ്രോബിലിറ്റി ഓഫ് B2 ഗിവൺ എ. നമ്മുടെ ഇക്വേഷൻ എഴുതാം: പ്രോബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 അല്ലേ. നമ്മൾ ഇതിനകത്ത് നോക്കി ഓരോ ഐറ്റം എഴുതുക. പ്രോബിലിറ്റി ഓഫ് B2 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബിലിറ്റി ഓഫ് B2 നമ്മൾ കണ്ടുപിടിച്ചു 0.4 ആണ്. 0.4 ഇൻറ്റു അടുത്ത പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 എന്ന് പറയുന്നത് എത്രയാ? 0.7 ആണ്. 0.7 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B1. പ്രോബിലിറ്റി ഓഫ് B1 എന്ന് നോക്കിയാൽ പ്രോബിലിറ്റി 0.6 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1. എ ഗിവൺ B1 എന്ന് പറയുന്നത് ക്വസ്റ്റിന് തന്നിരിക്കുന്ന 0.4 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B2 അല്ലേ. പ്രോബിലിറ്റി ഓഫ് B2 എന്ന് പറഞ്ഞു നോക്കിയാൽ പ്രോബിലിറ്റി ഓഫ് B2 0.4 ആണ്. 4 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 എന്ന് പറയുന്നത് എത്രയാണ്? 0.7 ആണ്. നമ്മളിവിടെ 0.4ഉം 0.7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇപ്പം 0.28 കിട്ടി. ദെൻ 0.6ഉം 0.4ഉം കൂടെ 0.24 പ്ലസ് 0.28, that is 0.28 divided by 0.52, that is 0.538, that is 0.54. 54 ആയിരിക്കും ആൻസർ. 0.54. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രോബിലിറ്റി ദാറ്റ് എ സോൾവ് എ പ്രോബ്ലം ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് 2/5 ആൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് B solve the problem is 3/8. If they try independently, find the probability that both solve the problem. Second one, none solve the problem. Third one, at least one solve the problem. Question ഇതാണ്. ഓക്കെ, എ എന്ന് പറയുന്ന വ്യക്തി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 2/5 ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന വ്യക്തി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/8 ആണ്. ഇവർ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളോട് പ്രോബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്താ? പ്രോബിലിറ്റി ഓഫ് ബോത്ത് സോൾവ് ദ പ്രോബ്ലം. രണ്ടുപേരും സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം കണ്ടുപിടിക്കണം. നൺ സോൾവ് ദ പ്രോബ്ലം. പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം. ഇവർ രണ്ടുപേരും സോൾവ് ചെയ്യാത്തത് അല്ലേ, ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം കണ്ടുപിടിക്കണം. തേർഡ് വൺ, അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ബോത്ത് സോൾവ് ദ പ്രോബ്ലം ആണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എയും പ്രോബിലിറ്റി ഓഫ് ബിയും കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ സോൾവ് ദ പ്രോബ്ലം. എ സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിനാണ് പ്രോബിലിറ്റി ഓഫ് എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെത്രയാണ്? ക്വസ്റ്റിനിൽ പറയുന്നത് 2/5 എന്ന് പറയുന്നുണ്ട് അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രോബ്ലം എ സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 2/5 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രയാണ്? 2/5. Then പ്രോബിലിറ്റി ഓഫ് ബി. പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ബി സോൾവ് ദ പ്രോബ്ലം. പ്രോബിലിറ്റി ഓഫ് ബി സോൾവ് ദ പ്രോബ്ലം എത്രയാണ്? 3/8 ആണല്ലേ. ഇവിടെ പറയുന്നുണ്ട് ബി സോൾവ് ചെയ്യുന്നത് 3/8 ആണെന്ന് പറയുന്നുണ്ട്. പ്രോബിലിറ്റി ഓഫ് ബി സോൾവ് ദ പ്രോബ്ലം 3/8 ആണ്.
നമ്മളോട് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്ന പ്രോബിലിറ്റി ഓഫ് ബോത്ത് സോൾവ് ദ പ്രോബ്ലം ആണ്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ബോത്ത് സോൾവ് ദ പ്രോബ്ലം എങ്ങനെയാണ്? പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി അല്ലേ, പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ്, രണ്ടുപേരും സോൾവ് ചെയ്യുന്ന പ്രോബ്ലം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ്. അത് നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബിലിറ്റി ഓഫ് എ എത്രയാ? 2/5. പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എത്ര? 3/8. അപ്പോൾ 2/5ഉം 3/8ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ ഈ 2ഉം 8ഉം കൂടെ പോവും. അപ്പോൾ ഇവിടെ 4 വരും. ഇവിടെ 1 ആണ്. 1 × 3 3, ദെൻ 5 × 4 20. 3/20 കിട്ടും. 3/20 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 0.15 കിട്ടും. അപ്പം പ്രോബിലിറ്റി ഓഫ് ബോത്ത് സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 0.15 ആണ്. എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് ബോത്ത് എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അടുത്തത് രണ്ടാമത്തെ പറയുന്നത് നൺ സോൾവ് ദ പ്രോബ്ലം. പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം ആണ്. അപ്പം പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം, പ്രോബിലിറ്റി ഓഫ് ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എന്താ എ ആൻഡ് ബി പോലെ, എ ആൻഡ് ബി പോലെ എന്ന് വെച്ചാൽ രണ്ടും കൂടെ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അതിനകത്ത് പ്രോബിലിറ്റി ഓഫ് എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം കണ്ടുപിടിക്കണം. ക്വസ്റ്റിന് തന്നിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എ സോൾവ് ദ പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. പിന്നെ പ്രോബിലിറ്റി ഓഫ് എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം പ്രോബിലിറ്റി ഓഫ് എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ സോൾവ് ദ പ്രോബ്ലം ആണ് അല്ലേ. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ സോൾവ് ദ പ്രോബിലിറ്റി ഓഫ് എ. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ സോൾവ് ദ പ്രോബ്ലം. അപ്പം 1 മൈനസ് 2/5. 2/5 എന്ന് പറഞ്ഞാൽ എ സോൾവ് ദ പ്രോബ്ലം 2/5 ആണ്. അപ്പോൾ 1 മൈനസ് 2/5 എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ 1 എന്ന് പറയുന്നത് 1/1 ആണ് അല്ലേ. 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ്. 1/1 മൈനസ് 2/5 വരും, 2/5. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1/1ഉം 2/1 എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ വേറെയാണ്. നമ്മൾ ഒരുപോലെ ആക്കണം. മൾട്ടിപ്ലൈ ചെയ്തിരുന്നാൽ 1 × 5 5 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇനി നോക്കേണ്ടത് ഇവിടെ നോക്കുക, ഈ ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുക 1 ആണ്. ഇത് 5 ആകണമെങ്കിൽ ഇവിടെ നമ്മൾ 5 അല്ല എടുത്ത്, ഈ 5 ആകണമെങ്കിൽ ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 5 × 1 ആണ് 5 വരുന്നത്. ഇവിടെ 5 വരണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ ഫാക്ടറിന് നമ്മൾ ഈ ന്യൂമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 5 × 1 5. അപ്പോൾ എന്ത് വരും? 5 മൈനസ് ഇവിടെ ഇതിൻ്റെ ഡിനോമിനേറ്റർ 5 ആയതുകൊണ്ട് അതുപോലെ തന്നെ എഴുതിയാൽ മതി 2/5. 2/5. അപ്പോൾ 5 മൈനസ് 2/5 എന്ന് പറയുന്നത് 3/5 ആണ്. എന്ന് വെച്ചാൽ എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 3/5 ആണ്. എ സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എത്ര? 2/5. എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അതുപോലെ തന്നെ ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം കണ്ടുപിടിക്കണം. പ്രോബിലിറ്റി ഓഫ് ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി സോൾവ് ദ പ്രോബ്ലം അല്ലേ. എന്ന് വെച്ചാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി. അപ്പം 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഇത് ചെയ്യും? അപ്പം 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 3/8. 3/8. ബി സോൾവ് ദ പ്രോബ്ലം 3/8 ആണ്. 1 മൈനസ് 3/8. അപ്പം ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/1 നേരത്തെ ഇതുപോലെ തന്നെ 1 എന്ന് പറയുന്നത് 1/1 ആണ്. ദെൻ 3/8. 3/8. അപ്പോൾ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 മൈനസ് 3/8 കിട്ടും. ദാറ്റ് ഈസ് 5/8. 5/8. ദെൻ അടുത്തത് അപ്പോൾ നമുക്കിവിടെ പ്രോബിലിറ്റി ഓഫ് എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം, ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം കിട്ടി അല്ലേ. എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം 3/8 ആണ്. ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം 5/8 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം ആണ്. നൺ സോൾവ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താ? ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 3/5ഉം 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3/5 ഇൻറ്റു 5/8. 3/5 ഇൻറ്റു 5/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കിവിടെ കിട്ടുന്നത് ഈ 5 കൂടെ പോകും. ദാറ്റ് ഈസ് 3/8 കിട്ടി. 3/8 ദാറ്റ് ഈസ് 0.375. 0.375 എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 0.3578. ദാറ്റ് ഈസ് 3/8. 3/8 നമ്മൾ
അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാണ് 0.375. ഇനി മൂന്നാമത് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നോൺ സോൾവ് ദ പ്രോബ്ലം ആണ്. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നോൺ സോൾവ് ദ പ്രോബ്ലം ആണ് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം. ഓർത്തിരിക്കുക, എപ്പം എക്സാമിന് വന്നാലും അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം. നൺ സോൾവ് ദ പ്രോബ്ലം. അപ്പം നൺ സോൾവ് ദ പ്രോബ്ലം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചല്ലേ, പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം. പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം എത്രയാണ്? 3/8 ആണ്. 3/8 ആണ്. അപ്പം എന്താ 1 മൈനസ് 3/8. 1 മൈനസ് 3/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/8 വരും. 5/8 0.625 വരും. 0.625 ഓർ 0.63 ആയിട്ട് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നിങ്ങൾ ഓർക്കുക, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ബോത്ത് സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ്. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി, അതായത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. നൺ സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം കണ്ടുപിടിക്കുക, ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എ സോൾവ് ദ പ്രോബ്ലം, ബി സോൾവ് ദ പ്രോബ്ലം ആണ്. അതിൽ നിന്ന് എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം കണ്ടുപിടിക്കണം, ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടെ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി, രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടോ, പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഡസ് നോട്ട് സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം കിട്ടി. ദെൻ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്, 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം. ഇത് ഓർത്തിരുന്നോളുക. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ദ പ്രോബ്ലം ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നൺ സോൾവ് ദ പ്രോബ്ലം. അപ്പം 1 മൈനസ് നൺ സോൾവ് ദ പ്രോബ്ലം നമുക്ക് ഇവിടെ കിട്ടി 3/8 കിട്ടി. 3/8 1 മൈനസ് 3/8 ദാറ്റ് ഈസ് 5/8 0.625 കിട്ടി. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്.